പ്രേക്ഷകരെ ഒരു നോട്ടീസ് കാണിക്കാം. നോട്ടീസാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ നോട്ടീസാണ്. ഇതിൽ മരണപ്പെട്ട പ്രമുഖരായ വ്യക്തികളെ ആദരിക്കുന്ന കൂട്ടത്തിൽ ഭാരതത്തിന്റെ കാർഗിൽ യുദ്ധത്തിന്റെ നമ്മുടെ ധീര സൈനികരുടെ മരണത്തിന് കാരണക്കാരനായ പാകിസ്ഥാനിലെ സൈനിക മേധാവിയുമുണ്ട്. സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായ പർവേസ് മുഷറഫ്. എന്തിനാണ് പർവേസ് മുഷറഫിനെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജോലിക്കാർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ലേ? അവർ പാകിസ്ഥാനികളാണോ? എന്തുകൊണ്ട് പർവേസ് മുഷറഫിനെ ഇവിടെ ഉൾപ്പെടുത്തി എന്ന ചോദ്യം ഇപ്പോൾ ഗുരുതരമായ രീതിയിൽ ഉയരുകയാണ്. ഭാരതത്തെയും ഭാരതീയ സൈന്യത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. എങ്ങനെ ഈ പേര് അതിൽ കടന്നുപറ്റി എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. ഇത് ഗുരുതരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. ആ 23ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ്, അതായത് കഴിഞ്ഞ ദിവസം കാർഗിൽ വിജയ ദിവസത്തോട് അനുബന്ധിച്ച് രാജ്യത്ത് അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു ഇന്ത്യ വിരുദ്ധ നിലപാട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിലൂടെ നടത്തിയത്. ആലപ്പുഴയിലെ പോളി ജോർജ് നഗറിൽ നടന്ന 23ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന് അനുസ്മരണം സംഘടിപ്പിച്ചാണ് യൂണിയൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സമ്മേളന പ്രവർത്തന രേഖയിലാണ് മുഷറഫിന് ആദരം അർപ്പിക്കുന്ന പരാമർശമുള്ളത്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ്. 1999 പാക് പട്ടാള മേധാവിയും പിന്നീട് പ്രസിഡന്റുമായിരുന്ന പർവേസ് മുഷറഫിന്റെ നിർദ്ദേശപ്രകാരം തീവ്രവാദികൾ, യഥാർത്ഥത്തിൽ അവർ പാക് റേഞ്ചറിൽ ജോലി ചെയ്യുന്ന സൈനികരാണ്, അവർ കാശ്മീരിലെത്തി. അവരെ ഇന്ത്യൻ സൈന്യം തുരത്തി. അതിന്റെ 25ാം വാർഷിക സമയത്ത് തന്നെ പർവേസ് മുഷറഫിന് അനുസ്മരണം എന്തിനാണ് ഒരുക്കുന്നത് എന്ന ചോദ്യം ശ്രദ്ധേയമാണ്. കാർഗിൽ യുദ്ധത്തിൽ 567 സൈനികർ വീരമൃത്യു വരിക്കുകയും 1300-ൽ പരം സൈനികർക്ക് അംഗഭംഗം വരികയും ചെയ്തിരുന്നു. എല്ലാ വർഷവും ജൂലൈ 26-നാണ് കാർഗിൽ വിജയ ദിവസ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. ഈ ചരിത്ര വിജയത്തിലൂടെ കാർഗിൽ, ലഡാക്ക് നേരത്തെ പാകിസ്ഥാൻ സേന കൈവശപ്പെടുത്തിയിരുന്നു. ആ പ്രധാനമായ സ്ഥലങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ പരമാധികാരത്തെ ധീരതയോടെ സംരക്ഷിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയും ത്യാഗത്തെയും ഒക്കെയാണ് ഈ ദിവസം അനുസ്മരിക്കുന്നത്. പാകിസ്ഥാനെതിരെ നേടിയ ഈ വിജയം യുദ്ധകാലത്തെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായി തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അതിനെ അവഹേളിക്കുന്ന നിലപാടാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ നടത്തിയ ആ പ്രസംഗത്തിൽ പോലും അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് ഒരിക്കലും ഭീകരന്മാരെ രാജ്യത്ത് കടക്കാൻ പോലും, രാജ്യത്തേക്ക് ദൃഷ്ടി പായിക്കാൻ പോലും അനുവദിക്കുകയില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയിൽ ഭയന്ന് കഴിഞ്ഞ ദിവസം പാക് അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുകയുമുണ്ടായി. അത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഇന്ത്യ ഭീകരതയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെയാണ് ഭാരതത്തിനുള്ളിൽ, അതും കേരളത്തിനുള്ളിൽ ആലപ്പുഴയിൽ എന്നത് ശ്രദ്ധേയമാണ്. ആലപ്പുഴയിൽ ഇത്തരത്തിലൊരു യൂണിയൻ മീറ്റിംഗ് നടത്തുന്നത് എന്തിനാണ്? യൂണിയൻ മീറ്റിംഗ് നടത്തിക്കൂടെ? നമുക്കതിൽ കാണാം, ആ നോട്ടീസിൽ കാണാം, പ്രശസ്തരായ പല വ്യക്തികളുണ്ട്, പല കലാകാരന്മാരുണ്ട്, പല മേഖലകളിൽ അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചവരുണ്ട്. അവരെയൊക്കെ ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അക്കൂട്ടത്തിൽ പർവേസ് മുഷറഫ് നമ്മുടെ ആരാണ്? പർവേസ് മുഷറഫിനെ അനാദരിക്കേണ്ട വേളയിൽ, അനാദരണം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ പർവേസ് മുഷറഫിനെ മാറ്റി നിർത്തേണ്ട ഒരു വേളയിൽ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് കേരളത്തിൽ ആലപ്പുഴയിൽ ഇങ്ങനെയൊരു ആദരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ഗുരുതരമായി ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ പേര് മാറ്റേണ്ടി വരും എന്ന് തന്നെ നമുക്ക് ഇത്തരുണത്തിൽ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.